CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങൾക്ക് സമാപനം. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചു. ആവേശവട്ടമിട്ട് ചെർപ്പുളശ്ശേരിയിൽ ചവിട്ടുകളി. 2 സംഘങ്ങളായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ചുള്ള പാട്ടുപാടൽ പൂരാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. വേനൽ ചൂടിനെ വകവയ്ക്കാതെയുള്ള ചവിട്ടുകളി കാണികളും കയ്യടികളോടെ വരവേറ്റു. കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കേരളത്തിലെ കോർഡിനേറ്ററാണ് VD സതീശൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFന്റെ വടക്കൻ കേരള വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത അർബുദരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് ഈ വർഷത്തെ VT പുരസ്കാരം സമർപ്പിച്ചു. അർബുദ ചികിത്സാ രംഗത്ത് ദീർഘകാലമായി നടത്തുന്ന സേവനവും സമീപനവും പരിഗണിച്ചാണ് പുരസ്കാരം. മണ്ണമ്പറ്റ VT ഭട്ടതിരിപ്പാട് കോളേജിൽ വെച്ച് നടന്ന VT അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം കൈമാറി. ആവേശവട്ടമിട്ട് ചെർപ്പുളശ്ശേരിയിൽ ചവിട്ടുകളി. 2 സംഘങ്ങളായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ചുള്ള പാട്ടുപാടൽ പൂരാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. വേനൽ ചൂടിനെ വകവയ്ക്കാതെയുള്ള ചവിട്ടുകളി കാണികളും കയ്യടികളോടെ വരവേറ്റു. ഇപ്പൊ കളിക്കുന്ന ടീമിന് 5 മിനിറ്റ് സമയമുള്ളൂ. അടുത്ത ടീം കളിക്കാനുള്ളവർ തയ്യാറായി നിൽക്കുക. മുള്ളയാർജി കുഞ്ഞാവേട്ടൻ, അങ്ങാടിപ്പുറം ചാമ്പ്യാട്ടനും റെഡിയായി നിൽക്കുക. 5 മിനിറ്റ് സമയമുള്ളവർ റെഡിയായി നിൽക്കുക.
CCN ചെർപ്പുളശ്ശേരി. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങൾക്ക് സമാപനം. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി ദിനത്തോടനുബന്ധിച്ച് രാവിലെ 9 മണിക്ക് കലാമണ്ഡലം ശർമിള അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി. വൈകുന്നേരത്തോടെ ഭഗവതിയെ മോഴിക്കുന്ന് മനയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നടുമുറ്റത്തു നടന്ന ഇറക്കി പൂജയ്ക്ക് ശേഷം ആനകളുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. ചെർപ്പുളശ്ശേരി ശിവനും കരിയന്നൂർ നാരായണ നമ്പൂതിരിയും നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ഫെബ്രുവരി 20 രാവിലെ 8:30 ക്ഷേത്രത്തിലെ കൊടിയിറക്കം. CCN ചെർപ്പുളശ്ശേരി. കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കേരളത്തിലെ കോർഡിനേറ്ററാണ് VD സതീശനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFന്റെ വടക്കൻ കേരള വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രദേശത്ത് ഈ വാഹനങ്ങളുടെ തൊട്ടുപുറകളായി കടന്നുവരുന്നു തീർമള്ളവർ. സംസ്ഥാന സമിതി സഹായ നവകേരളത്തിനായുള്ള ഊർജ്ജ പ്രവാഹത്തിൽ ചെങ്കടലാവുകയാണ്. കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് കർഷകരുടെയും അടിയാളുകളുടെയും രക്തം വീണ് ചുവന്ന പാദങ്ങൾ താണ്ടി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വാഹനത്തിന് തൊട്ടുപുറമായി കടന്നുവരുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ കഴിഞ്ഞകാല വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വർഗീയത പ്രചരിപ്പിച്ച് ഭരണത്തിലേറാൻ കൊതിക്കുന്നവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അലമാലകുടിയേർക്കുന്ന മഹാസംഘടനകൾ കേരളം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നേടിയെടുത്ത വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്ന ചർച്ചാവേദികൾ നവകേരളത്തിനായുള്ള ഊർജ്ജ പ്രവാഹത്തിൽ ചെങ്കടലാവുകയാണ്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് കർഷകരുടെയും അടിയാളുകളുടെയും രക്തം വീട് ചുവന്ന പാദങ്ങൾ താണ്ടി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒഴുകിയെത്തുന്ന 10,000 ആവേശ
കോൺഗ്രസും അലമാലകൾ ഉയർത്തുന്ന മഹാസംഗമങ്ങൾ, കേരളം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നേടിയെടുത്ത വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ചർച്ചാവേദികൾ നവകേരളത്തിനായുള്ള ഊർജ്ജ പ്രവാഹത്തിൽ ചെങ്കടലാവുകയാണ്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് കർഷകരുടെയും അടിയാളുകളുടെയും രക്തം വീണ് ചുവന്ന പാദങ്ങൾ താണ്ടി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള LDFന്റെ വികസന മുന്നേറ്റ ജാഥ മലപ്പുറം ജില്ലാ അതിർത്തിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ, പി നന്ദകുമാർ MLA, CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ EN മോഹൻദാസ്, PK സൈനദ എന്നിവർ ജാഥാംഗങ്ങളെ ഷാളണിയിച്ച് സ്വീകരിച്ചു. മുമ്പിൽ പോയി തുടുന്ന വി ഡി സതീശന്റെ ഫോട്ടോ എല്ലാവരും കണ്ടതാണ്. ഗോൾവാൾക്കയുടെ മുമ്പിൽ പോയിട്ട് നമസ്കരിക്കുന്നു. ഞാൻ ഷാക്ക് കാവലിരുന്നിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റായിരുന്നു സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വർഗീയ ധാരയോടൊപ്പം നിങ്ങളുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് കോലീബി സഖ്യത്തെ മറക്കാത്തത്. ഇപ്രാവശ്യം അമിത്ഷാ മിനിഞ്ഞാന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അത് വളരെ ഗൗരവമുള്ളതാണ്. അമിത്ഷാ പറഞ്ഞു, ഈ ലോകത്ത് മാർക്സിസ്റ്റുകാർക്ക് ഒരേ ഒരു ഭരണം മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ കൂട്ടിക്കും എന്നാണ്. BJPക്ക് കൂട്ടിക്കാനാവൂല എന്നെല്ലാവർക്കും അറിയാലോ. പിന്നെ ആരെ കൊണ്ട് കൂട്ടിക്കുന്നാണ് പറഞ്ഞത്? VD സതീശനും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയണം. അതിനോട് പ്രതികരിച്ചിട്ട് പോലുമില്ല. കോലീബി സഖ്യം, കോൺഗ്രസ്, BJP, ലീഗ്, അതിൻ്റെ ഒപ്പം ജമായത്തെ ഇസ്ലാമിയും. അങ്ങനെ ജമായത്തെ ഇസ്ലാമി, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യത്തിൻ്റെ ഓർഗനൈസറാണ്, കോർഡിനേറ്ററാണ് VD സതീശൻ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്കറിയാം. CCN പെരിന്തൽമണ്ണ. തച്ചനാട്ടുകര മേഖലയിലെ കാരാട് കാളപ്പറക്കുന്നിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം. മിച്ചഭൂമി ഉൾപ്പെടെ ഏകദേശം 3 ഏക്കറോളം സ്ഥലത്തെ കൃഷിയും മരങ്ങളുമാണ് കത്തിയമർന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പ്രദേശത്ത് തീ പടർന്നു പിടിച്ചത്. പ്രദേശവാസികളായ ശിവശങ്കരൻ, ഹംസ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി റബ്ബർ മരങ്ങൾ തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിച്ചു. വട്ടമ്പലത്ത് നിന്നും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം ഫയർഫോഴ്സ് വാഹനത്തിന് കൃഷിസ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് അഗ്നിശമന പ്രവർത്തനങ്ങൾ ദുഷ്കരമായി. ജനവാസ മേഖലയായ കാളപ്പറക്കുന്നിൽ നിരവധി വീടുകൾക്ക് സമീപമാണ് തീ പടർന്നത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം തീ വീടുകളിലേക്ക് പടരാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തച്ചമ്പാറ ഇറക്കത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പുറകോട്ടിറങ്ങി അപകടം. വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. ഡ്രൈവർ ഇല്ലാതിരുന്ന സമയത്താണ് ലോറി പിന്നോട്ട് നീങ്ങിയത്. ദേശീയപാതയിലെ കുത്തനെയുള്ള ഇറക്കത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറി പെട്ടെന്ന് പിറകോട്ട് നീങ്ങുകയായിരുന്നു. തുടർന്ന് സമീപത്തെ ഭിത്തിയിലിടിച്ച് അത് തകർന്നു. അപകട സമയത്ത് ലോറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ആയതിനാലും ലോറി പിറകോട്ട് വന്ന സമയത്ത് മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ആ വഴി ഇല്ലാതിരുന്നതിനാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. CCN ചത്തല്ലൂർ. പ്രശസ്ത അർബുദരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് ഈ വർഷത്തെ VT പുരസ്കാരം സമർപ്പിച്ചു. അർബുദ ചികിത്സാ രംഗത്ത് ദീർഘകാലമായി നടത്തുന്ന സേവനവും സമീപനവും പരിഗണിച്ചാണ് പുരസ്കാരം. മണ്ണമ്പറ്റ് VT ഭട്ടതിരിപ്പാട് കോളേജിൽ വെച്ച് നടന്ന VT അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം കൈമാറി. കല, സാഹിത്യം, സംസ്കാരം എന്നീ രംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകുന്നവർക്കായി VT അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം 25,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ്. അനുസ്മരണ സമ്മേളനം ശ്രീശങ്കര ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ശംഭു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. VTB കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീശങ്കര ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ E കൃഷ്ണൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നടത്തി. തുടർന്ന് 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ G ദിലീപൻ VT അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് വിവിധ ഡിഗ്രി PG തലങ്ങളിലെ VT സ്കോളർഷിപ്പ് ജേതാക്കൾക്കും എൻഡോമെന്റ് ജേതാക്കൾക്കുമുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. CCN കടമ്പഴിപ്പുറം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്റിനറി ആഘോഷങ്ങളുടെ വിളംബര സമ്മേളനം ശനിയാഴ്ച കോട്ടക്കലിൽ നടക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമാപന സമ്മേളനം പ്രഖ്യാപനം നടത്തും. സമസ്തയുടെ 100 പ്രകാശവർഷങ്ങളെ അടയാളപ്പെടുത്തുന്ന വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 പണ്ഡിതന്മാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന കർമ്മ പദ്ധതികൾ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. സമസ്തയിലൂടെയും മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള കീഴ്ഘടകങ്ങളിലൂടെയും വരും വർഷങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കും. അലി ബാക്കവി തങ്ങളുടെ പ്രാർത്ഥനയോടെ സമ്മേളനം ആരംഭിക്കും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ജമാഅത്തിന്റെ ബഹുജന പദ്ധതികള്, കേരള യാത്രകള്, 26 സമസ്ത കേരള ജമീയത്തുകളുടെ 100ാം വാർഷിക വർഷമാണ്. അതിന്റെ വിളംബരം വരുന്ന 14-ാം തീയതി കോട്ടക്കൽ വെച്ച് 10,000-ത്തിലേറെ പണ്ഡിതന്മാരും പ്രാസ്ഥാനിക കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന അതിമഹത്തായ വിളംബരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ്, വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുറഹ്മാൻ ഫൈസി, അബു ഹനീഫ് അൽ ഫൈസി, അലവി സഖാഫി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗപ്രതിരോധത്തിന്റെയും ആരോഗ്യകരമായ ജീവിതശൈലിയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക, പോഷകാഹാരവും വ്യായാമവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ISMDO ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി, ഹോമിയോ DMO ഡോക്ടർ ജുമൈലത്ത്, ഡോക്ടർ നസീല, AK അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ മാതൃകാപരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ ആയുഷിൻ്റെ പല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായി യോഗ ചെയ്യുന്നവരുണ്ട്. യോഗയിലൂടെ ബ്രത്തിലും സ്ട്രെച്ചിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന യോഗയിലൂടെ വളരെ ലഷർലി ചെയ്യുന്നതിലൂടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ കൂടുതൽ ആരോഗ്യകരമായിരിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത ശൈലി ഉരുത്തിരിഞ്ഞു വരുന്നതിനും യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് ഇത്തരം പരിപാടികളിലൂടെ ഒരുപാട് പേരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും. ചികിത്സിക്കാതെ തന്നെ, മരുന്നുകളില്ലാതെ തന്നെ രോഗങ്ങൾ മാറ്റുന്ന അല്ലെങ്കിൽ രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ സാധിക്കും. പ്രദർശനത്തോടൊപ്പം നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ രോഗനിർണയവും മരുന്ന് വിതരണവും സൗജന്യമായി നടത്തി. ക്യാമ്പിന്റെ ഭാഗമായി കോട്ടക്കുന്നിൽ സംഘടിപ്പിച്ച യോഗ പ്രദർശനത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരും. ഷോൾഡറിന്റെ അടുത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്നു. ശ്വാസം വിടുമ്പോൾ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ചരിച്ചു വെക്കുന്നു. ഇടതുവശത്തെ ആ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്ത് കഴുത്ത് നോർമലാക്കി കൊണ്ടുവന്ന് ശ്വാസം വിടുമ്പോൾ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും നോർമൽ പൂർവാവസ്ഥയിലേക്ക് വരുന്നു. ചലിപ്പിക്കുമ്പോൾ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന പേശികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൈ നിവർത്തി ചെയ്യാം. ബ്രീതിങ്
കൈകൾ രണ്ടും ഉയരട്ടെ. റിബ്സ് ഒക്കെ സ്ട്രെച്ചായി സാവധാനം ബാക്ക് ടു ഫ്രണ്ട്. 1 2 ബ്രീത്ത് ഇൻ. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി പന്നിയൻകുറിശി വെസ്റ്റ് LP സ്കൂളിന്റെ 106ാം വാർഷികാഘോഷവും 3 പതിറ്റാണ്ടിലേറെയായി വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച പ്രധാന അധ്യാപിക കെ മിനിക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി 14 ശനിയാഴ്ച നടക്കും. രാവിലെ 10:30 സ്കൂൾ പരിസരത്ത് വെച്ചാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. 37 വർഷത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക ശ്രീമതി മിനി ടീച്ചർക്കുള്ള യാത്രയപ്പ് യോഗവുമാണ് നാളെ ഫെബ്രുവരി 14 രാവിലെ 10:30 തുടങ്ങുന്നതിന്. ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KT ജംഷിയ അധ്യക്ഷത വഹിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവർകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. യാത്രയപ്പ് സമ്മേളനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ചെർപ്പുളശ്ശേരി നഗരസഭ അധ്യക്ഷ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുക്കും. വൈകുന്നേരം 6:30 വാർഷിക പൊതുയോഗവും കലാകായിക ശാസ്ത്രമേള, വിജയികൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും. ചെർപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീലജ വാഴക്കുന്നത്ത് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക K മിനി, PTA പ്രസിഡന്റ് CK നീതു, SRG കൺവീനർ M ശുഭ, സ്റ്റാഫ് സെക്രട്ടറി K മിനി, സീനിയർ അസിസ്റ്റന്റ് P സുമ, SMC ചെയർമാൻ M ജയൻ, സ്കൂൾ ലീഡർ അമൃത എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന NGO ആയ പീപ്പിൾസ് ഫൗണ്ടേഷന് സുമനസ്സുകളെ ഏൽപ്പിച്ച ഭൂമി ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫൗണ്ടേഷന്റെ പീപ്പിൾസ് ഹോം പദ്ധതി പ്രകാരം 1200 വീടുകൾ നിർമ്മിച്ചു നൽകിയതായും അവർ പറഞ്ഞു. ആറ്റാശ്ശേരി വാഴൂരിലുള്ള ഭൂമിയുടെ ആധാര ഭൂരേഖകൾ 14 വൈകിട്ട് 4 തൃക്കടീരി സെന്ററിൽ ചേരുന്ന ചടങ്ങിൽ ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ കൈമാറും. VK ശ്രീകണ്ഠൻ MP, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA എന്നിവർ വിശിഷ്ടാതിഥികളാകും. ചെയർമാൻ M അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ രക്ഷാധികാരി കളത്തിൽ ഫാറൂഖ്, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ N രാജേഷ്, വൈസ് പ്രസിഡന്റ് P കൃഷ്ണകുമാരി, തൃക്കടീരി പഞ്ചായത്ത് അംഗം ഷബീർ നീരാണി, ജില്ലാ കോർഡിനേറ്റർ അബു ഫൈസൽ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു. 10 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 5 വീത സെന്റ് സ്ഥലം നമ്മൾ കൈമാറാണ്. അതിന്റെ ആധാരവും അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള 5 സെന്റ് വീതം നമ്മൾ നൽകുക. പീപ്പിൾ ഫൗണ്ടേഷന്റെ രക്ഷാധികാരി P മുജീബ് റഹ്മാൻ സാഹിബാണ് പദ്ധതി ആധാരം വിതരണം നടത്തുന്നത്. ബഹുമാനനായ നമ്മുടെ MP ശ്രീകണ്ഠൻ MP അദ്ദേഹം അതിൽ പങ്കെടുക്കും. നമ്മുടെ MLA പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തൃക്കടീരി അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള അതിന്റെ പ്രോഗ്രാം ഈ ശനിയാഴ്ച 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം തൃക്കടീരി ടൗണിൽ വെച്ച് നടക്കുക. ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് പദ്ധതികൾ. കോതകുറിശ്ശിയിൽ ഒരു വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെറസ് വാർപ്പ് നടന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളും നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. മാരായമംഗലത്ത് ഒരു ഭർത്താവ് മരിച്ച ഒരു വിധവക്കുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെർപ്പശ്ശേരിയിൽ തന്നെ പീപ്പിൾ ഫൗണ്ടേഷൻ എടുത്തു പറയേണ്ട ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 2012 ഫെബ്രുവരി 6 സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ ഒരുപാട് പരിപാടികൾ പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വർക്കുകൾ ഏറ്റെടുത്ത് നടത്താനുള്ള ശ്രമമാണ് പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷന്റെ പൊട്ടച്ചിറ ശാന്തി വില്ലകൾ, ചളവറ പദ്ധതികൾ പൂർത്തീകരിച്ചതായും ചെർപ്പുളശ്ശേരി, കോതകുറിശ്ശി, മാരായമംഗലം, പുലാക്കാട് പ്രദേശത്തുള്ള പദ്ധതികളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായും അവർ അറിയിച്ചു. ഉദാഹരണമായിട്ട് പറഞ്ഞു, കവളപ്പാറ ഒരു 58ഓളം വീടുകളാണ് ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയത്. അവരെ പുനരുദ്ധരിക്കാൻ മറ്റൊരു സ്ഥലത്ത് തന്നെ ഏറ്റവും അർഹരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകി. വയനാട് പീപ്പിൾസ് വില്ലേജ് ഏറ്റവും ശ്രദ്ധേയമായ പീപ്പിൾ ഫൗണ്ടേഷന്റെ ഒരു വർക്കാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും.
രണ്ടാമത് പീപ്പിൾ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മേഖല ആരോഗ്യം, ഹെൽത്ത് കെയറാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നിരവധി രോഗികളെ നമുക്ക് കാണാൻ പറ്റും. കേവല ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിന് പുറമെ ഡയാലിസിസ് സെന്ററുകൾ, പാലിയേറ്റീവ് കെയറുകൾ, അതുപോലെ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ സുപ്രധാനമായ വർക്കുകൾ പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് ഉയരെ എന്ന പദ്ധതി. നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് തീരെ കിടപ്പിലായ രോഗികളെ അവർക്ക് ആശ്വാസകരമാവുന്ന പദ്ധതികൾ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഏരിയ രക്ഷാധികാരി ബഷീർ ഷർഖി, ഏരിയ കോർഡിനേറ്റർ ടി നാസർ, സ്വാഗത സംഘം ചെയർമാൻ പി ഹംസ, മുൻ നഗരസഭാ കൌൺസിലർ പി അബ്ദുൽ ഗഫൂർ, മുൻ കോർഡിനേറ്റർ പി അബ്ദുൽ റഷീദ് ആറ്റാശ്ശേരി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങൾക്ക് സമാപനം. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച താലപ്പൊലി ആഘോഷിച്ചു. ആവേശവട്ടമിട്ട് ചെർപ്പുളശ്ശേരിയിൽ ചവിട്ടുകളി. 2 സംഘങ്ങളായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ചുള്ള പാട്ടുപാടൽ പൂരാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. വേനൽ ചൂടിനെ വകവയ്ക്കാതെയുള്ള ചവിട്ടുകളി കാണികളും കയ്യടികളോടെ വരവേറ്റു. കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കേരളത്തിലെ കോർഡിനേറ്ററാണ് VD സതീശനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFന്റെ വടക്കൻ കേരള വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത അർബുദരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് ഈ വർഷത്തെ VT പുരസ്കാരം സമർപ്പിച്ചു. അർബുദ ചികിത്സാ രംഗത്ത് ദീർഘകാലമായി നടത്തുന്ന സേവനവും സമീപനവും പരിഗണിച്ചാണ് പുരസ്കാരം. മണ്ണമ്പറ്റ VT ഭട്ടതിരിപ്പാട് കോളേജിൽ വെച്ച് നടന്ന VT അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം കൈമാറി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.